മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ തിളങ്ങി നിൽക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി. അടുത്തിടെ പുറത്തിറങ്ങിയ ഹലോ മമ്മി എന്ന സിനിമയാണ് ഐശ്വര്യ നായികയായി അഭിനയിച്ച അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാള സിനിമ. ഇതിനിടയിൽ ചില വിവാദങ്ങളും ഐശ്വര്യപ്പെട്ടിരുന്നു. അതിലൊന്ന് ഷേക്ക് ഹാൻഡ് പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ സന്തോഷ് വർക്കി എന്നയാൾ നടിയുടെ അടുത്ത് ഷേക്ക് ഹാൻഡ് ചോദിച്ചു വരികയും നടി അത് നൽകാതെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ വളരെ പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചു. വീഡിയോ ആദ്യം കണ്ടവരൊക്കെ നടി അഹങ്കാരിയാണെന്നും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്താൽ എന്താണ് കുഴപ്പമെന്നും ചോദിച്ചു. ഇത്തരത്തിൽ നടിക്കെതിരെ വിമർശനങ്ങളുമായി പലരും എത്തി. എന്നാൽ ഈ വ്യക്തി നിരന്തരം നടിയുടെ പിന്നാലെ നടന്ന് കൈ നീട്ടുകയും ഷേക്ക് ഹാൻഡ് ആവശ്യപ്പെടുകയുമായിരുന്നു. നടി അയാളെ പരിഗണിക്കുകയും ഷേക്ക് ഹാൻഡ് നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം തന്നെ 4-5 തവണ ആവർത്തിച്ചതോടെയാണ് ഐശ്വര്യ അയാളെ ഗൗനിക്കാതിരുന്നത്. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ നടന്ന വിവാദങ്ങളെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് നടി ഇപ്പോൾ. സോഷ്യൽ മീഡിയ യഥാർത്ഥ ലോകമാണെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്തിടെ ഉണ്ടായ ഷേക്ക് ഹാൻഡ് വിവാദം പോലും യാഥാർത്ഥ്യം അറിയാതെ നടന്ന ബഹളമാണ്. വൈറലായ വീഡിയോയ്ക്ക് മുൻപ് 4 പ്രാവശ്യം ആ വ്യക്തി എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നു, ഞാനും കൊടുത്തു. അവസാനം മറ്റെന്തോ ടെൻഷനിൽ നിൽക്കുമ്പോൾ അയാൾ വീണ്ടും ഷേക്ക് ഹാൻഡ് തരാൻ വന്നപ്പോൾ ഞാൻ കൊടുത്തില്ല. അത് മനഃപൂർവ്വം ചെയ്തതല്ല. അതിൽ നിരവധി പേർ എന്നെ പിന്തുണച്ചു. അതിൽ സന്തോഷമുണ്ട്. പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് എനിക്ക് ബഹുമാനമുണ്ട്. കാരണം ഓരോ ദിവസവും ഫോളോവേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന തരം കണ്ടന്റുകൾ നൽകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തൊഴിൽ മേഖല സിനിമ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അതെന്റെ സന്തോഷങ്ങളെ ബാധിക്കാതിരിക്കാൻ ബോധപൂർവം ഒരു മതിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. നല്ലതായാലും മോശമായാലും എല്ലാം ആ മതിലിനപ്പുറം മാത്രം നിൽക്കട്ടെ എന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു. മനസ്സിലുണ്ടായ അസ്വസ്ഥതകൾക്ക് തെറാപ്പി എടുക്കാം എന്നതായിരുന്നു ഞാൻ എടുത്ത മികച്ച തീരുമാനങ്ങളിൽ ഒന്ന്. അതിഭീകരമായ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തിപരവും തൊഴിൽപരവുമായ തീരുമാനം കൃത്യമാണോ എന്ന് സംശയിച്ചു തുടങ്ങിയപ്പോഴാണ് തെറാപ്പി എടുക്കാം എന്ന് തീരുമാനിച്ചത്. തെറാപ്പിയിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നു. മനസ്സിലുള്ളത് വ്യക്തതയോടെ സംസാരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായിച്ചു എന്ന് ഐശ്വര്യ പറയുന്നു.